കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ പങ്കാണ് കിബി വഴിയുള്ള ഫണ്ടിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 30 വർഷത്തെ വിവിധ ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ നടന്ന വിവിധ പദ്ധതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി പദ്ധതികൾ കഴിഞ്ഞ 9 വർഷത്തെ കിബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സംസ്ഥാനത്ത് ആശുപത്രികളാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകളാണെങ്കിലും അതുപോലെ റോഡുകളുടെ നിർമ്മാണത്തിലാണെങ്കിലും വലിയ കുതിച്ചുചാട്ടമാണ് കിബി ഫണ്ടിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞത്. നെടുമങ്ങാട് മണ്ഡലത്തിൽ 1500 കോടിയിലധികം രൂപയുടെ കിബി ഫണ്ട് പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെടുമങ്ങാട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിൽ ആശുപത്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് കിബി ഫണ്ടിലൂടെ ചെലവഴിക്കാൻ പോകുന്നത്. നെടുമങ്ങാട് മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതുപോലെ 27 കോടിയുടെ പദ്ധതിയാണ്. നെടുമങ്ങാട് മണ്ഡലത്തിലെ വിവിധ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ എല്ലാ സ്കൂൾ കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിൽ കിബി ഫണ്ടിൻ്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. നെടുമങ്ങാട് നിന്നും മംഗലപുരത്തേക്ക് പോകുന്ന റോഡ് ഏകദേശം 300 കോടിയോളം രൂപയുടെ പദ്ധതിയാണ്. നെടുമങ്ങാട് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴയില പഴകുറ്റി റോഡ് അത് പൂർത്തിയാകുമ്പോൾ 1000 കോടിയോളം രൂപ അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരികയാണ്. കണിയാപുരം റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് വേണ്ടി 25 കോടി രൂപയും കിബി വഴി ചെലവഴിക്കാൻ പോവുകയാണ്. ഇങ്ങനെ നെടുമങ്ങാട് താലൂക്കിൻ്റെ ഹൃദയഭാഗം വരുന്ന ഇത്തരം വിവിധ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള വലിയ പരിശ്രമത്തിൽ കിബി വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല.